സൂറത്ത് നിസായിലെ 82-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് വസ്തുതകൾ വളച്ചൊടിച്ചും സാഹചര്യങ്ങൾ അംഗീകരിക്കാതെയും ശുദ്ധ അസംബന്ധവും തനി കളവും പറയുക എന്നതാണ് ജബ്ബാറിൻ്റെ ശീലം. ശീലം ആർക്കും മാറ്റാൻ കഴിയില്ല എന്നതാണല്ലോ കവി പ്രോക്തം. മനുഷ്യൻ ശീലിച്ചു പോന്നിട്ടുള്ള ശീലം അത് മർക്കടമുഷ്ടി ദുഷാഢ്യവും കൂടി ആവുമ്പോൾ ഒരിക്കലും മാറ്റാൻ കഴിയില്ല. താൻ പറയുന്നത് സത്യമല്ലെന്നും വസ്തുതയുമായിട്ട് അതിന് ബന്ധമില്ലെന്നും ഉറപ്പുള്ളതോടൊപ്പം തന്നെ മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് എന്നാൽ തൻ്റെ വാദഗതികളെ ന്യായീകരിക്കപ്പെടണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ജബ്ബാർ ഈ കള്ളങ്ങളൊക്കെ പറയുന്നത്. ജബ്ബാർ പറയുന്ന രണ്ട് കള്ളം, ഒന്ന് മക്ക ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിൽ അവിടെ ക്ഷമിക്കാനും സഹിക്കാനും ഉപദേശിച്ചു. എന്നാൽ മദീന ജീവിതത്തിൽ യുദ്ധം ചെയ്യാൻ നിർദ്ദേശിച്ചു. ഇത് രണ്ടും പരസ്പര വൈരുദ്ധ്യമല്ലേന്നാണ് ജബ്ബാറിൻ്റെ ചോദ്യം. അല്ലെങ്കിൽ ജബ്ബാർ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആനിനെ സംബന്ധിച്ച് അവർ ആയത്തിൽ ചിന്തിക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ? ഈ ഖുർആൻ അല്ലാഹു അല്ലാത്തവരിൽ നിന്നായിരുന്നുവെങ്കിൽ അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയുമായിരുന്നു എന്ന ഖുർആനിക ആയത്ത് മുമ്പിൽ വച്ചിട്ടാണ് ജബ്ബാർ ഈ അസംബന്ധങ്ങളൊക്കെ പറയുന്നത്. ഇവിടെ ഏതൊരു കാര്യവും ഏതൊരു വാക്കും അത് പറഞ്ഞ അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും, പശ്ചാത്തലം ഉണ്ടാവും. ഈ പശ്ചാത്തലം അംഗീകരിക്കുക എന്നുള്ളതാണ് മാന്യതയുടെ ലക്ഷണം എന്ന് പറഞ്ഞത്. മാന്യതയില്ലാത്ത ജബ്ബാറിനെ പോലുള്ള കുബുദ്ധികളെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നതിന് അർത്ഥമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതം പ്രവാചകത്വത്തിന് ശേഷമുള്ള 13 വർഷക്കാലം. ഈ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും മക്കയിൽ അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങളും മർദ്ദനങ്ങളുമൊക്കെ ചരിത്രത്തിൽ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ചരിത്രം വായിക്കുന്ന ഏത് വിദ്യാർത്ഥിക്കും അത് ബോധ്യമാവുകയും ചെയ്യും. പക്ഷപാതിത്വം ഉണ്ടാവരുത് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷപാതിത്വം ഉണ്ടാകുമ്പോഴാണ് ഒരു വശത്തിന് നേരെ കണ്ണടച്ച് മറ്റേ വശം മാത്രം കാണുന്ന രീതി എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ ജബ്ബാറിൻ്റെ ഒരു കണ്ണടച്ച് മറ്റേ കണ്ണ് തുറന്നിട്ടുള്ള ഈ രീതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും മക്കയിൽ അനുഭവിച്ച പീഡനങ്ങളുടെ മർദ്ദനങ്ങളുടെ വിവരണം അത് ചരിത്രത്തിലുണ്ട് എന്നത് മാത്രമല്ല, അതിനെ തുടർന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ നല്ലൊരു വിഭാഗം എത്യോപ്യയിലേക്ക് ഒന്ന് പലായനം ചെയ്തിട്ടുള്ളത്. അവിടെ നേഗസ് രാജാവിൻ്റെ സംരക്ഷണയിലാണ് അവർ കഴിഞ്ഞുകൂടിയിരുന്നത്. അത് ഹിജ്റ കഴിഞ്ഞ് പിന്നെയും 5-6 വർഷം അവർ ഈ എത്യോപ്യയിൽ തന്നെ കഴിഞ്ഞുകൂടി എന്നതാണ് ചരിത്രം. എന്തുകൊണ്ടാണ് അവർ മക്ക വിട്ട് എത്യോപ്യയിൽ അഭയം തേടേണ്ടി വന്നിട്ടുള്ളത്? സ്വന്തം കുടുംബക്കാരുടെ, സ്വന്തം ഗോത്രത്തിൻ്റെ, സ്വന്തം നാട്ടുകാരുടെ അക്രമമർദ്ദനങ്ങൾ സഹിക്കാൻ കഴിയാതെയാണ്. അതിൽ ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. അവർ ചെയ്തിരുന്ന തെറ്റെന്താണ്? അവർ ഇസ്ലാം അംഗീകരിച്ചു, അള്ളാഹുവിനെ ഏക ഇലാഹായിട്ട് അംഗീകരിച്ചു. അതുവരെ ആചരിച്ചു വന്നിരുന്ന വിഗ്രഹപൂജയും തജ്ജന്യമായിട്ടുള്ള അനിസ്ലാമികമായിട്ടുള്ള അതുപോലെ തന്നെ അനാചാരപരമായിട്ടുള്ള സംഗതികളൊക്കെ ഉപേക്ഷിച്ചു. ഇതാണ് അവർ ചെയ്ത തെറ്റ്. മനുഷ്യനോട് മനുഷ്യൻ എന്ന നിലയിൽ പെരുമാറാനും കുടുംബബന്ധങ്ങൾ പുലർത്താനും
ആണ് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിൻ്റെ ദൂതനും അള്ളാഹുവിനെ ഏക ഇലാഹും ആയി അംഗീകരിച്ചു എന്നുള്ളതല്ലാത്ത മറ്റൊരു തെറ്റും അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവരാരുടെയും സമ്പത്ത് മോഷ്ടിക്കുകയോ പിടിച്ചുപറിക്കുകയോ ചെയ്തിട്ടില്ല. ആരെയും അവർ ഭേദ്യം ചെയ്തിട്ടില്ല, ആക്രമിച്ചിട്ടില്ല, മർദ്ദിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും അവർ നാടുവിടേണ്ടി വന്നു. അതുതന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റ് ബാക്കിയുള്ള അനുചരന്മാരും മക്ക വിട്ട് മദീനയിലേക്ക് പോകാനായിട്ടുള്ള കാരണവും. എന്ന് മാത്രമല്ല, ഈ ഒരു ഘട്ടത്തിൽ പോലും മക്കയിലെ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസ്തത അംഗീകരിക്കുകയും അദ്ദേഹത്തിൽ തങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുക പോലും ചെയ്തിരുന്നു. അവർക്ക് വിരോധം ഉണ്ടായിരുന്നത് നബി അള്ളാഹുവിൻ്റെ റസൂലാണ് താൻ എന്ന് പറഞ്ഞതിനോടാണ്. നിങ്ങൾ ഈ വിഗ്രഹങ്ങളെ പൂജിക്കരുത്, കാണാനും കേൾക്കാനും മിണ്ടാനും പറ്റാത്ത സാധ്യതയില്ലാത്ത, നിങ്ങൾ തന്നെ നിങ്ങളുടെ കയ്യാൽ ഉണ്ടാക്കി വച്ചിട്ടുള്ള വിഗ്രഹങ്ങളെ പൂജിക്കരുത്, അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കണം എന്ന് പറഞ്ഞതാണ് അവർ ചെയ്ത തെറ്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെയ്തിട്ടുള്ള തെറ്റുക തന്നെയാണ്. അതിൻ്റെ പേരിലാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുജന്മാരെയും മർദ്ദിച്ചു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ മക്കയിൽ ഇസ്ലാം ക്ഷമിക്കാനും സഹിക്കാനും കൽപ്പിച്ചുള്ളത് ശരിയാണ്. എന്തുകൊണ്ട്? അവിടെ നിന്ന് ആയുധമെടുക്കാൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഒന്ന്, ഇസ്ലാമിക പ്രചരണം നടക്കുമായിരുന്നില്ല, അതിന് തടയിടപ്പെടും. രണ്ടാമത്തത്, അങ്ങനെ വലിയ ഒരു ജനസമൂഹത്തോട് അവരുടെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയ കലാപങ്ങൾക്ക് മാത്രമല്ല ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഒരു ദുരന്തമായിട്ട്, അല്ലെങ്കിൽ അവരുടെ വലിയ നാശമായിട്ടാണ് അത് കലാശിക്കുക. അതുകൊണ്ട് അവരോട് നേരിടാൻ, നിങ്ങളെ മർദ്ദിക്കുന്ന ആളുകളോട്, മർദ്ദകരെ നേരിടാനും അതിന് പ്രതികാരം ചെയ്യാനും പറ്റിയ സാഹചര്യമല്ല മക്കയിൽ. ഇവിടെ പ്രബോധനത്തിൻ്റെ ഒരു ആദ്യഘട്ടമായതുകൊണ്ട് നിങ്ങൾ ക്ഷമിച്ചേ പറ്റൂ, സഹിച്ചേ പറ്റൂ എന്നവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് അവർ മക്കയിൽ സഹനശീലരായിട്ട് ക്ഷമാപൂർവം കഴിഞ്ഞുകൂടുകയും എല്ലാ മർദ്ദനപീഠങ്ങളും സഹിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത്. സാഹചര്യം ഒരുങ്ങി വന്നപ്പോൾ അവർ യഥ്രിബിലേക്ക്, അതായത് ഇന്നത്തെ മദീനയിലേക്ക് ഹിജറ പോയി. അവിടെയുള്ള ആളുകൾ, അൻസാറുകൾ, ഔസ് ഖസ്റജ് എന്നീ രണ്ട് കുടുംബത്തിലും പെട്ട സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. അവർക്ക് എല്ലാവിധ അഭയവും നൽകി, സഹായവും നൽകി. എന്ന് മാത്രമല്ല, ആ നാട്ടിലുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും മതവിഭാഗങ്ങളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വ്യക്തമായിട്ടുള്ള ഒരു ചാർട്ടറിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു ഭരണകൂടം സ്ഥാപിക്കുകയാണ്. യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യേണ്ടത്, ശത്രുവിനെ നേരിടേണ്ടത് അതിനുള്ള സാഹചര്യം ഒരുങ്ങുമ്പോൾ മാത്രം. മക്കയിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവിടെ ഗോത്ര നേതൃത്വമാണ് കാര്യങ്ങൾ കൈയാളിയിരുന്നത്. അതുകൊണ്ട് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ശത്രുക്കളെ നേരിടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അവരോട് ക്ഷമിക്കാൻ പറഞ്ഞു. മദീനയിൽ മറിച്ച് ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമാവുകയും അതിൻ്റെ നായകസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ കയ്യേൽക്കുകയും തന്നെ സഹായിക്കാനും ഏത് വിധത്തിലും വേണ്ടി വന്നാൽ മരണം വരിച്ചുകൊണ്ട് പോലും ഇസ്ലാമിനെ സംരക്ഷിക്കാനും പറ്റി ഒരു ജനവിഭാഗത്തെ കിട്ടുകയും ചെയ്തപ്പോഴാണ് അവിടെ യുദ്ധത്തിന് അനുവാദം നൽകപ്പെടുന്നത്. ഉദിനലില്ലദീന യുഖാത്തലൂന ബി അന്നഹും ളുലിമു എന്നാണ് ഖുർആൻ സൂറത്ത് ഹജ്ജിൽ അത് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഉദിന ലില്ലദീന ളുലിമു, മർദ്ദിതരായിട്ടുള്ള ആളുകൾക്ക് യുദ്ധത്തിന് അനുവാദം നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഉദിന ലില്ലദീന യുഖാത്തലൂന ബി അന്നഹും ളുലിമു, യുദ്ധം ചെയ്യപ്പെടുന്ന ആളുകൾക്ക് അവർ മർദ്ദിതരാണ് എന്നതിൻ്റെ പേരിൽ യുദ്ധത്തിന് അനുവാദം നൽകിയിരിക്കുന്നു. ഇവിടെ ജബ്ബാർ പറയുന്നത് പോലെയാണോ വസ്തുത എന്നത് ഈ ഒരു ആയത്ത് മാത്രം, ആയത്തിൻ്റെ കഷ്ണം മാത്രം നോക്കിയാൽ തന്നെ ബോധ്യമാവുന്ന ഒരു സംഗതിയാണ്.
ഈ ജനവിഭാഗത്തിന് എതിരിടാൻ, ശത്രുവിനെ നേരിടാൻ അനുവാദം നൽകിയത് എന്തുകൊണ്ടാണ്? അവർ മർദ്ദിതരാണ്. മർദ്ദിതരാണ് ഇവരെങ്കിൽ മറ്റവർ മർദ്ദകരാണ്. അപ്പോൾ മർദ്ദകനെ നേരിടുക, ഇത് ലോകത്ത് എല്ലാ നിയമങ്ങളും അംഗീകരിക്കുന്ന, നമ്മളുടെ ആധുനിക സമൂഹത്തിൽ ഐക്യരാഷ്ട്രസഭ പോലും അംഗീകരിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. ഇന്ത്യയിൽ തന്നെയും ആത്മരക്ഷാർത്ഥം ആയുധമെടുക്കാൻ, ശത്രുവിനെ നേരിടാൻ ഏതൊരു പൗരനും അനുവാദമുണ്ട് എന്നുള്ളതാണ് ഇവിടെ അംഗീകരിക്കപ്പെട്ടുള്ള വ്യവസ്ഥ. അപ്പോൾ ഇങ്ങനെ ലോകാടിസ്ഥാനത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള, ഏത് കാലത്തും മനുഷ്യൻ അംഗീകരിച്ചു പോരുന്ന ഒരു സംഗതിയാണ്, സാഹചര്യം വന്നപ്പോൾ അവിടെ മുസ്ലിങ്ങൾക്ക് അള്ളാഹു അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് വച്ചിട്ടാണ് ജബ്ബാർ ഇവിടെ വിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ മോളല്ലെങ്കിൽ പിന്നെ അവന് എന്തും വിളിച്ചു പറയാലോ. ചിന്താശീലം, കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കുക, സാഹചര്യങ്ങൾ മനസ്സിലാക്കുക, പശ്ചാത്തലം ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങൾ കൈയാളുക, ഇതൊക്കെയാണ് മാന്യന്മാരുടെ സ്വഭാവം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു സ്വഭാവവും നല്ല സ്വഭാവവും ജബ്ബാറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനൊരർത്ഥമില്ല എന്നത് ജബ്ബാർ അനുദിനം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് വൈരുദ്ധ്യമാണോ അതോ വൈവിധ്യമാണോ? ഒരു സാഹചര്യത്തിൽ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞ ഒരു രീതി, മറ്റൊരു സാഹചര്യം വരുമ്പോൾ അത് സ്വീകരിക്കാം എന്ന് അനുവാദം നൽകുന്നത് എങ്ങനെ വൈരുദ്ധ്യമാവുക? അപ്പോൾ അത് ജബ്ബാറിനെ പോലുള്ള കുടില മനസ്കർക്ക് മാത്രമേ അത് വൈരുദ്ധ്യമായി തോന്നുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഖുർആനിൽ വൈരുദ്ധ്യമുള്ളത് കൊണ്ടല്ല, തനിക്ക് ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് തെളിയിക്കേണ്ടത് അനിവാര്യമായതുകൊണ്ട് എന്ത് പിടിപ്പുകേടും വിളിച്ചു പറഞ്ഞിട്ട് വൈരുദ്ധ്യമുണ്ടെന്ന് തെളിയിക്കാൻ ശ്രമിക്കാനുള്ളതാണ് ഇവിടെ ഈ മരമണ്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വസ്തുതകളായി അംഗീകരിക്കാൻ ജബ്ബാർ സന്നദ്ധനല്ല. അപ്പോൾ ഉദിനലില്ലദീന യുഖാതലൂന ബി അന്നഹും ളുലിമു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതിന് ശേഷം, അനുവാദം നൽകിയതിന് ശേഷമാണ് ഇസ്ലാമിക സമൂഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലുള്ള സമൂഹം ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നത്. ഈ യുദ്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ആ യുദ്ധങ്ങളിൽ പോലും ഇസ്ലാമിക സമൂഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും എത്രമാത്രം മാന്യത പുലർത്തിയിട്ടുണ്ട് എന്നതും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം. അപ്പോൾ ക്ഷമിക്കാൻ പറയുക എന്നതിന് വിരുദ്ധമല്ല യുദ്ധം ചെയ്യാൻ പറയാനുള്ളത്. യുദ്ധം ചെയ്യണം എന്ന് പറയുന്നതിന് വിരുദ്ധമല്ല ക്ഷമിക്കണം എന്ന് പറയുന്നത്. ക്ഷമ എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും, യുദ്ധത്തിൽ പോലും അനിവാര്യമായിട്ടുള്ള ഒരു സംഗതിയാണ് ക്ഷമാറിന്. ക്ഷമിക്കുക, സഹിക്കുക, അപ്പോഴേ യുദ്ധം ചെയ്യാൻ പോലും കഴിയുള്ളൂ. അതേ അവസരം ആയുധമെടുത്ത് പ്രതികാരം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന ക്ഷമ, അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പറയുന്ന അവിടെ ഉപദേശിക്കുന്ന ക്ഷമയും, യുദ്ധത്തിലും മറ്റ് വിപൽഘട്ടങ്ങളിലും പ്രയാസ സന്ദർഭങ്ങളിലുമൊക്കെ അംഗീകരിക്കണം, കൈക്കൊള്ളണം എന്ന് പറയുന്ന ക്ഷമയും പോലും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് വൈരുദ്ധ്യത്തെയല്ല വൈവിധ്യത്തെയാണ് കാണിക്കുന്നത് എന്ന് ഏതൊരു സാമാന്യ ബുദ്ധിക്കും വിവേകമതിക്കും മനസ്സിലാവും. അതാണ് യഥാർത്ഥത്തിൽ ഖുർആൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മക്കയിൽ ഇസ്ലാമിക സമൂഹം സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിങ്ങളും ആരെങ്കിലും മർദ്ദിച്ചിരുന്നുവോ? 3 കൊല്ലക്കാലം ഷുഐബ് അബി താലിബിൽ ഇന്ന് ഗസയിൽ ഇസ്രായേൽ അവിടുത്തെ ജനങ്ങളെ പട്ടിണിക്കിടുന്നത് പോലെ യഥാർത്ഥത്തിൽ ഇതേപോലെ തന്നെയാണ് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ആളുകളെയും അവിടെയും പട്ടിണിക്കിട്ടിരുന്നത്. 3 വർഷക്കാലമാണ് അത് നീണ്ടുനിന്നത്. ഒരു വസ്തുവും അവർക്ക് വിൽക്കാൻ പാടില്ല, അവരിൽ നിന്ന് യാതൊന്നും ഇങ്ങോട്ട് വാങ്ങാൻ പാടില്ല, അവരുമായിട്ട് ഒരു ബന്ധവും പാടില്ല, വിവാഹബന്ധമോ അതുപോലുള്ള മറ്റ് മാനുഷിക ബന്ധങ്ങളോ ഒന്നും പാടില്ല എന്ന് രേഖപ്പെടുത്തി കഅബയിലെ ഒരു മൂലയിൽ കെട്ടിത്തൂക്കിയിട്ടാണ് അവർ ഈ സമൂഹത്തെ പട്ടിണിക്കിട്ടത്. അത്രയ്ക്ക് ക്രൂരമായ, അതിലാരൊക്കെ ഉണ്ടാവും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നല്ല ആരോഗ്യമുള്ള സത്യവിശ്വാസികളും മാത്രമല്ല, അവരെ സഹായിച്ചിട്ടുള്ള അമുസ്ലിങ്ങൾ പോലും അതിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രായമുള്ളവരുണ്ട്, കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, ഒക്കെ ഉണ്ട്.
അപ്പോൾ ഇവരോടൊന്നും ഒരു കാരുണ്യമില്ലാതെയാണ് ഈ വർഗം മക്കയിലെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഈ നിലക്കുള്ള ക്രൂരത കാണിച്ചിട്ടുള്ളത്. ഇതിനെപ്പറ്റിയൊന്നും ജബ്ബാറിന് യാതൊന്നും പറയാനില്ല. കാരണം മൂപ്പരുടെ കാഴ്ചപ്പാടിൽ അതൊക്കെ അവിടെ ചെയ്യേണ്ടതാണ്. കാരണം ജബ്ബാർ തന്നെയാണല്ലോ പറഞ്ഞത്, അബൂലഹബിന് വേണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടിക്കാൻ പോലും അധികാരം ഉണ്ടായിരുന്നു, എന്നിട്ട് അബൂലഹബ് നബിയെ അടിച്ചിട്ടില്ല. അബൂലഹബ് ചെയ്ത ക്രൂരതകൾ എന്തൊക്കെയാണെന്നുള്ള ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജബ്ബാർ അത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കണ്ടിട്ട് അത് അംഗീകരിച്ചുകൊണ്ട് അതിനനുസരിച്ച് പ്രതികരിക്കാനുള്ള കണ്ണും മനസ്സും ജബ്ബാറിനില്ല എന്നുള്ളൂ. ആ ജബ്ബാറെ കാണാത്തതുകൊണ്ടും കേൾക്കാത്തതുകൊണ്ടൊന്നുമല്ല. അപ്പം വസ്തുതകളായി അംഗീകരിക്കാതെ സാഹചര്യങ്ങളായിട്ട് അംഗീകരിക്കാതെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് ഇസ്ലാമിനെ അവഹേളിക്കാം, ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട് എന്നത് വരുത്തി തീർക്കാം. ഇതാണ് ഇവിടെ ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യമുള്ളത് കൊണ്ടല്ല, വൈവിധ്യത്തെ വൈരുദ്ധ്യമായി മാറ്റിപ്പണിയുകയാണ് അല്ലെങ്കിൽ അവതരിപ്പിക്കുകയാണ് ഇവിടെ ജബ്ബാർ എന്ന് പറയുന്ന ഈ ഇസ്ലാം വിരോധി വിഡ്ഢി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത.